ഹായ് ഹലോ കൂട്ടുകാരെ, ഹാപ്പി സൺഡേ. ഇന്നൊരു പഴങ്കഞ്ഞി കുടിക്കാനൊരു മോഹം. അതിന് നല്ല നാട അമ്പഴങ്ങ കിട്ടി. അപ്പോഴത്തെ ചമ്മന്തി ആകാമല്ലോ എന്ന് വിചാരിച്ച് പഴങ്കഞ്ഞിയും കുടിക്കാനൊരു മോഹം. നല്ല ചാറ്റൽ മഴയും. അമ്പഴങ്ങ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി നന്നായി ചെത്തിയെടുത്തു. തൊലി ചെത്തിയെടുക്കാതെയും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ കണ്ടോ. ഇനി ഓരോന്നായി വിവരിക്കണ്ടല്ലോ. എല്ലാം നന്നായി എടുത്തതിന് ശേഷം, അമ്പഴങ്ങ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളം ഉണ്ടല്ലോ, എല്ലാവരും വാങ്ങി നടും. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. അയൺ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയ നാടൻ കറിവേപ്പില, എല്ലാ സാധനവും. മഴക്കാലമായതിനാൽ നമുക്ക് അല്പം ഇഞ്ചിയാകാം, അല്ലെങ്കിൽ ഇഞ്ചി നല്ലതാണല്ലോ. നല്ല വറ്റൽ മുളക്. ഇങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാംസമായ ഭാഗങ്ങൾ ചെത്തിയെടുത്തത്. അമ്പഴങ്ങയിൽ നിന്നും വേണ്ടാത്ത ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്, അത് 3. ഇനി നന്നായി ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിക്കകത്തോട്ടിട്ട് വേണ്ടാത്ത ഭാഗം മാറ്റി വെച്ചു. ഇനി നല്ല നാടൻ കുരുമുളക്, ഈ വർഷത്തെ കുരുമുളക് ഇതുകൂടി ചേർത്ത്, ചിലർക്ക് നന്നായി അരയണ്ട, അതായത് സാധനങ്ങളൊന്നും നന്നായിട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ അല്പം നന്നായി അരച്ചെടുക്കണം. അമ്മിക്കല്ലിൽ വെച്ച് അരയ്ക്കുന്നതാണ് ചമ്മന്തിയുടെ ഒരു സുഖം. 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചമ്മന്തി നമ്മൾ കോരിയെടുത്ത്. പഴങ്കഞ്ഞി, നല്ല നാടൻ പഴങ്കഞ്ഞി, നമ്മളെ പഴങ്കഞ്ഞി കുടിക്കുന്ന മൺചട്ടി, ഒരു വട്ടയിലയിൽ നല്ല കട്ടിത്തൈര്, വെണ്ടയ്ക്ക വിഴുക്ക്, മുട്ട ഓംപ്ലേറ്റ്, നല്ല ചമ്മന്തി. ഇഷ്ടമായോ? ഇനി എന്തൊരു ടേസ്റ്റാണെന്നറിയോ? പരുവത്തിന് ഇനി പാത്രത്തിലോട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മറിച്ച് സൂപ്പറായിട്ട് അങ്ങ് കുടിക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? പഴങ്കഞ്ഞി ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ കുട്ടിക്കാലത്തൊന്നും പഴങ്കഞ്ഞി കിട്ടാനില്ലല്ലേ. എന്ത് ടേസ്റ്റാണെന്നറിയുമോ നമ്മുടെ പഴങ്കഞ്ഞിക്ക്? തലയ്ക്കും ദിവസത്തെ വെറും പുളി കാച്ചിയതുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ സൺഡേ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചു. നിങ്ങൾക്കിഷ്ടമായോ പഴങ്കഞ്ഞി? ഇഷ്ടമായില്ലയോ? അഭിപ്രായം പറയാം.